ഹായ് ഫ്രണ്ട്സ്, മെഗ്മ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് മിഡിൽ ഈസ്റ്റിലും അതുപോലെ നാട്ടിലുമൊക്കെ ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന സുർബിയാൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ കൂട്ടി എല്ലാവരും അടുത്തിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോയുടെ ഒരു ചിക്കൻ മീഡിയം സൈസാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാള ചെറുതാക്കി അരിഞ്ഞ് ഫ്രൈ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ പകുതി നമുക്ക് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ്. പിന്നെ നമുക്കിതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം നല്ല ചുമന്ന മുളക് പൊടി, പിന്നെ 2 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ്. ഇൻ കേസ് ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഗരം മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ജീരകമാണ്. അതായത് പെരുംജീരകമല്ല, നമ്മളുടെ ചെറിയ ജീരകം. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡറാണ്, 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് 1 കപ്പ് തൈര് യൂസ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തൈരിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ചിക്കനിലേക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മളുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ആ ഒരു ടൈമും കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബസ്മതിയുടെ സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അരി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു 1 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മുഴുവൻ മസാലകൾ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 ഏലക്ക, പിന്നെ 2-3 ഗ്രാമ്പു, ചെറിയ കറുവപ്പട്ട, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ജീരകം, അതായത് ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വെള്ളം പറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് ഒഴിക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി സെല്ല റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല അധികം വേവാണ്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 60% വരെയാണ് നമ്മളുടെ അരി വേവിക്കാവുള്ളൂ. ബാക്കി നമ്മൾ വേവിക്കുന്നത് ദം ചെയ്യുന്നതിലാണ് വേവിക്കുന്നത്. പിന്നെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ നാരങ്ങാ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 60% വേവെത്തുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അരി ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞു പോകുന്ന പാകം, ആ ഒരു പാകം വരെ ആകാവുള്ളൂ. അങ്ങ് ഒരുപാട് ഞെങ്ങുന്ന പാകത്തിലാവരുത്. ഈ ഒരു ടൈമിൽ നമുക്ക് അരി വാറാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കട്ടിയുള്ള ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊട്ടറ്റോയാണ്. ഞാനിവിടെ ഒരു 2 പൊട്ടറ്റോ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ സൈഡിലൊക്കെ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ചിക്കൻ കുക്ക് ചെയ്തിട്ടില്ല. 5 മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ റൈസും അതുപോലെ തന്നെ പകുതി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും അതുപോലെ തന്നെ കിസ്മിസും എല്ലാം നമുക്കിതിലേക്ക് മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാഫ്രോൺ ആണ്. അത് നമ്മൾ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ വെള്ളത്തിലോ ഒരു 10 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കുക. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിൽ ഒരു അരമണിക്കൂർ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ വരെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന പാന് തീരെ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മളുടെ ബിരിയാണി പോട്ട് വെക്കാനായിട്ട്. അപ്പോൾ അരമണിക്കൂറും കൊണ്ട് നമ്മളുടെ റൈസും നന്നായിട്ട് വേവും, അതുപോലെ തന്നെ നമ്മളുടെ ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വരും. ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതായത് നമ്മളുടെ ആ സാഫ്രോണിൻ്റെ സ്മെല്ലും പിന്നെ അതുപോലെ നമ്മളുടെ ചിക്കൻ്റെയും പിന്നെ ഈ സെല്ല റൈസിനാണെങ്കിലും ഒരു പ്രത്യേക സ്മെല്ലാണുള്ളത്. അതൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ റൈസ് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുകളിൽ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടല്ല ഞാൻ ഗ്രേവി എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു ഗ്രേവിയോട് കൂടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരെ നിങ്ങൾക്കിത് ചെറിയ തീയിൽ ഇങ്ങനെ ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റി വന്നോളും. ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടല്ല ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിനേക്കാളും വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ശരിക്കും ആ ഫ്രൈഡ് ഓണിയൻ്റെയും പിന്നെ ആ ഒരു യോഗട്ടിൻ്റെയും അത് തൈരിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്